സാധാരണ മലയാളികളുടെ ജീവിത ചെലവ് കുറയ്ക്കാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്ന നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട്. എന്നാൽ കൃത്യമായ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അർഹരായ പലർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോവുകയാണ് പതിവ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5 പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. സൗജന്യ വൈദ്യുതി, സൗജന്യ ചികിത്സ, വാർഷിക ധനസഹായം, ഈടില്ലാത്ത വായ്പ, നൈപുണ്യ പരിശീലനം തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ഈ പദ്ധതികളിലൂടെ ലഭിക്കും. ഒന്നാമതായി PM സൂര്യഘർ പദ്ധതി. വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സബ്സിഡി നൽകുന്ന ജനപ്രിയ കേന്ദ്ര പദ്ധതിയാണ് PM സൂര്യഘർ യോജന. ഈ പദ്ധതിയിലൂടെ പരമാവധി 78,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. ഇതിനോടകം തന്നെ കേരളത്തിൽ അനേകം ആളുകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് നൽകി അതിലൂടെ അധിക വരുമാനം നേടുകയും ചെയ്യാം. സ്വന്തമായി അനുയോജ്യമായ മേൽക്കൂരയും സാധുവായ വൈദ്യുതി കണക്ഷനും ഉള്ളവർക്ക് ഈ പദ്ധതിക്കായി അപേക്ഷിക്കാം. pmsuryaghar.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയോ അംഗീകൃത ഡീലർമാർ വഴിയോ അപേക്ഷിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പദ്ധതിയിലേക്ക് കടക്കാം. രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കർഷകർക്ക് ഏറെ പ്രിയങ്കരമായ കേന്ദ്ര പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിലൂടെ പ്രതിവർഷം 6,000 രൂപയാണ് ഓരോ കർഷകനും ലഭിക്കുക. 2,000 രൂപ വീതമുള്ള 3 ഗഡുക്കളായാണ് തുക വിതരണം ചെയ്യുന്നത്. ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. സ്വന്തമായി കൃഷിഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷകർക്ക് pmkisan.gov.in എന്ന പോർട്ടൽ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ KSPയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ, വൃക്കരോഗ ചികിത്സ, ക്യാൻസർ ചികിത്സ തുടങ്ങിയ ചിലവേറിയ ചികിത്സകൾ പോലും ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. റേഷൻ കാർഡും ആധാർ കാർഡും ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അംഗീകൃത ആശുപത്രികൾ വഴിയോ പദ്ധതിയിൽ ചേരാൻ കഴിയും. നാലാമതായി വരുന്നത് PM വിശ്വകർമ്മ പദ്ധതിയാണ്. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. ഈ പദ്ധതിയിലൂടെ സൗജന്യ പരിശീലനവും പ്രതിദിനം 500 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതോടൊപ്പം തന്നെ 15,000 രൂപയുടെ ടൂൾ കിറ്റ് ഗ്രാന്റ് ലഭിക്കും. ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത വെറും 5% പലിശ നിരക്കിൽ ഈടില്ലാതെ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമെന്നതാണ്. ആശാരിപ്പണി, കൊല്ലപ്പണി, സ്വർണ്ണപ്പണി, തയ്യൽ പണി, ചെരുപ്പ് പണി തുടങ്ങിയ പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്ന നിരവധി വിഭാഗങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ഗുണം ലഭിക്കും. അവസാനമായി PM മുദ്ര യോജന. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് PM മുദ്ര യോജന. ഈ പദ്ധതിയിലൂടെ 50,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പ ലഭിക്കും. ശിശു, കിഷോർ, തരുൺ പ്ലസ് എന്നീ 4 വിഭാഗങ്ങളായാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 50,000 രൂപ വരെയുള്ള വായ്പയാണ് ശിശു എന്നറിയപ്പെടുന്നത്. 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പയാണ് കിഷോർ. തരുൺ എന്നാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള വായ്പകളാണ്. ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള കാറ്റഗറിയാണ് തരുൺ പ്ലസ്. അതിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വായ്പകളാണ് ഉൾപ്പെടുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലെ സംരംഭം വിപുലീകരിക്കുന്നതിനും ഈ പദ്ധതി സഹായകരമാണ്. ചെറിയ കടകൾ, ഭക്ഷ്യ സംരംഭങ്ങൾ, കാർഷിക അനുബന്ധ ബിസിനസ്സുകൾ, ഓൺലൈൻ സംരംഭങ്ങൾ എന്നിവ തുടങ്ങാൻ വളരെ പ്രയോജനകരമായ പദ്ധതിയാണ് PM മുദ്ര യോജന. അടുത്തുള്ള ബാങ്ക് ശാഖകൾ വഴിയോ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 5 പദ്ധതികൾ: 1 PM സൂര്യഘർ പദ്ധതി, 2 PM കിസാൻ പദ്ധതി, 3 ആയുഷ്മാൻ ഭാരത് പദ്ധതി, 4 PM വിശ്വകർമ്മ പദ്ധതി, 5 PM മുദ്ര യോജന. ഇവയിൽ ഏതെങ്കിലും പദ്ധതിയുടെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.